ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് രാത്രി ഈശോയുടെ തിരുപ്പിറവി ക്രിസ്മസ് ആഘോഷിക്കുകയാണല്ലോ. ഏറ്റവും വലിയ സന്തോഷവും വലിയ സമാധാനവും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമല്ലോ. ക്രിസ്മസ് ആഘോഷത്തോടു കൂടി തന്നെയാണ് 2024 എന്ന വർഷം വിട പറഞ്ഞ് പുതിയൊരു വർഷം 2025 പ്രവേശിക്കുന്നതും. അപ്പോൾ നമുക്ക് ഒത്തിരിയേറെ നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ, പോയിക്കൊണ്ടിരിക്കുന്ന വർഷത്തിലെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. വരാനിരിക്കുന്ന വർഷത്തിലെ പ്രത്യാശകളിലേക്ക് നോക്കിക്കാണാനുണ്ട്. അങ്ങനെ ഒക്കെ ആണെങ്കിലും ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമാണ് ഈ 2024. അതിൻ്റെ ഒരു സമാപനത്തിൽ എന്ന വണ്ണം അനുഗ്രഹപ്രദമായ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എനിക്ക് എല്ലാവരുമായി പങ്കുവയ്ക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുമസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ്. രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ മൂലം ലോകം രക്ഷിക്കപ്പെടാനാണ്. ഒരു മനുഷ്യനും, അവനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ ബൈബിളിലെ ജീവനുള്ള വചനങ്ങളാണിവ. ക്രിസ്തുമസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വചനങ്ങളുടെ അർത്ഥവും അതിൻ്റെ പ്രസക്തിയും നമ്മൾ ധ്യാനിക്കേണ്ടത് തന്നെയാണ്. ഒരു മനുഷ്യനും നശിച്ചു പോകാതെ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അതിനുവേണ്ടി തൻ്റെ ഏകപുത്രനെ നൽകാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിൻ്റെ സ്നേഹം രക്ഷിക്കുന്ന സ്നേഹമാണ്. അത് അവിടുന്ന് പങ്കുവയ്ക്കുന്നു ഈശോ മിശിഹായെ അയച്ചുകൊണ്ട്. ഈ രക്ഷിക്കുന്ന സ്നേഹം പങ്കുവെച്ച് കഴിയുമ്പോൾ അത് അനുഭവിക്കുന്ന മനുഷ്യരിൽ നിന്നും രക്ഷാകരമായ ഒരു സഹകരണം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹം പങ്കുവയ്ക്കുവാൻ ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കുമ്പോൾ 2 വ്യക്തികളോടാണ് അത് ദൈവം ആവശ്യപ്പെടുന്നതായി കാണുക. ഒന്ന് പരിശുദ്ധ കന്യകാമറിയത്തോടാണ്, 2 വിശുദ്ധ യൗസേപ്പിനോടാണ്. പരിശുദ്ധ കന്യകാമറിയത്തോടും യൗസേപ്പിനോടും ഈ രക്ഷ നൽകുന്ന പ്രക്രിയയിൽ, ആ പ്രോജക്റ്റിൽ, പദ്ധതിയിൽ പങ്കുചേരാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ അവരുടെ സ്വന്തം താല്പര്യങ്ങൾ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഒരു ഇംഗിതം. പരിശുദ്ധ കന്യകാമറിയത്തിനും വിശുദ്ധ യൗസേപ്പിനും അവരുടേതായ സ്വകാര്യ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്വകാര്യ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങൾ, അവരുടെ പദ്ധതികൾ, അങ്ങനെയുള്ളവയെല്ലാം. പക്ഷേ അതെല്ലാം സ്വന്തമായ കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി, പൊതു താല്പര്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങൾ മാറ്റി നിർത്തണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം രക്ഷകന് ജന്മം നൽകാൻ, രക്ഷകൻ്റെ മാതാവായിരിക്കുവാൻ വിളിച്ചപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ചില സംശയങ്ങൾ ചോദിച്ചു എന്നല്ലാതെ അതിൻ്റെ സമാപനത്തിൽ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ തിരുമനസ്സിന് കീഴ്വഴങ്ങുകയാണ്. മറിയത്തിന് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. അപ്പോൾ പൊതു താല്പര്യം അല്ലെങ്കിൽ പൊതുജനത്തിനു വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ മറിയം തൻ്റെ സ്വന്തമായ തീരുമാനങ്ങളും താല്പര്യങ്ങളും മാറ്റിവെക്കുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴ്വഴങ്ങുകയാണ്. അപ്പോൾ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ ഈ ഒരു കാര്യത്തിന് വേണ്ടി, രക്ഷകൻ്റെ അമ്മയാകുവാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീത്വത്തെ ദൈവം എത്രമാത്രം മാനിക്കുന്നു എന്നാണ്. പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്ക് നൽകേണ്ട സ്ഥാനം എത്ര വലുതാണെന്ന് ദൈവം കാണിച്ചു തരികയാണ്. അതുകൊണ്ട് രക്ഷകനായ ദൈവം ഒരു സ്ത്രീയിലൂടെ, കന്യകയിലൂടെ ജനിക്കണമെന്നുള്ള ദൈവനിശ്ചയം ദൈവം സ്ത്രീത്വത്തിന് നൽകുന്ന മഹനീയ സ്ഥാനത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാർ, അമ്മമാർ, ശിശുക്കൾ ഒക്കെയും ആദരിക്കപ്പെടേണ്ടവർ, ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഒരു തലത്തിലുമുള്ള അക്രമങ്ങൾ ഈ സ്ത്രീ ലോകത്തോട്, സ്ത്രീ സമൂഹത്തോട് ചെയ്തുകൂടാ. കാരണം അവരെ ദൈവം പോലും ഉന്നത സ്ഥാനങ്ങളിൽ നിലനിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീ സമൂഹത്തിൻ്റെ ഔന്നത്യത്തിനു വേണ്ടി, അവരുടെ മാഹാത്മ്യത്തിനു വേണ്ടി നിലകൊള്ളാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമൊക്കെയുള്ള ഒരു ദൗത്യബോധം ഈ ക്രിസ്മസ് നമുക്ക് തരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതമാണ്. വിശുദ്ധ യൗസേപ്പിൻ്റെ സ്വന്തമായ താല്പര്യം, അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ യാത്ര ദൈവം ബ്ലോക്ക് ചെയ്തു, തടസ്സപ്പെടുത്തുകയാണ്. ദൈവം താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. യൗസേപ്പിൻ്റെ താല്പര്യങ്ങൾ ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായെന്ന് മനസ്സിലാക്കിയപ്പോൾ യൗസേപ്പ് പിതാവ് സ്വന്തം പ്ലാനുകൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ താല്പര്യത്തോട് സഹകരിച്ച് ജനത്തിനു വേണ്ടി, പൊതുജനത്തിനു വേണ്ടി, പൊതു താല്പര്യത്തിനു വേണ്ടി തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ ഒരു സഹകരണം, ദൈവസ്നേഹത്തോട്, രക്ഷിക്കുന്ന സ്നേഹത്തോടുള്ള സഹകരണം ഇത് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, നമ്മുടെ താല്പര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്തുകൊണ്ട്, മാറ്റിവെച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്തായിത്തീരും. സ്ത്രീ സമൂഹത്തിന് നൽകേണ്ട വലിയൊരു സ്ഥാനത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാകാം, സമൂഹത്തിൽ നന്മയുള്ളവരാകാൻ നമുക്ക് ശ്രദ്ധിക്കാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നിരുപദ്രവകരവും സന്തോഷപ്രദവുമായ രീതിയിൽ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് മുൻപേ തന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ക്രിസ്മസിൻ്റെ കൊച്ചു കൊച്ചു ആഘോഷങ്ങൾ വീടുകളിലും പൊതുസ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ നടത്തുകയാണ്. അതൊരു പതിവാണ്. ആർക്കും ഒരു തരത്തിലുള്ള ഉപദ്രവവും ഇല്ലെന്ന് മാത്രമല്ല, എല്ലാവർക്കും സന്തോഷകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഈ കൊച്ചു കൊച്ചു ആഘോഷങ്ങളെ തടസ്സപ്പെടുത്താനും അങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ചില ആളുകൾ ശ്രമിക്കുന്നതായിട്ട് ചില പ്രത്യേകമായ ഉദാഹരണങ്ങൾ പാലക്കാട് രൂപതയിലെ ചില പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നു ഈ അടുത്ത നാളുകളിൽ. അത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണത പോലെ തോന്നുകയാണ്. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്ന് വ്യക്തമാണ്. ചില കരുതിക്കൂട്ടിയുള്ള പ്ലാനുകളോ അല്ലെങ്കിൽ വേണ്ടത്ര വേണ്ടത്ര ആലോചനയില്ലാതെ അല്ല നടത്തിയത് എന്നൊക്കെ ചിന്തിക്കാൻ വിഷമമാണ്. ഇപ്പോൾ കരുതിക്കൂട്ടിയുള്ള ചില പ്ലാനുകൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളതുപോലെ തോന്നുക. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കറിയാം, പത്രമാധ്യമങ്ങളിലും അല്ലാതെയും നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. പാലക്കാട് ജില്ലയിലെ നല്ലേപ്പള്ളി സ്കൂളിലും അതുപോലെ ഈ ഇന്നലത്തെ ദിവസം തത്തമംഗലത്തെ ഗവൺമെൻറ് സ്കൂളിലുമൊക്കെ ഉണ്ടായ ക്രിസ്മസ് ആഘോഷങ്ങളെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം, തത്തമംഗലത്തെ സ്കൂളിലെ ക്രിസ്മസ് പുൽക്കൂട് തല്ലി തകർത്ത സംഭവം, ഇതൊക്കെ വളരെ ഖേദകരമാണ്. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ നാട്ടിനെ പോലെ മതസഹിഷ്ണുതയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഈ നാട്ടിൽ വലിയ സഹിഷ്ണുതയോടു കൂടിയാണ്, സഹവർത്തിത്വത്തോടു കൂടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. വിവിധ മതവിശ്വാസികൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം, ആർക്ക് എന്ത് ഉപദ്രവം നന്മയല്ലാതെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ക്രിസ്മസ് ആഘോഷിക്കാൻ എല്ലാവരും വരിക, എല്ലാവരും പങ്കുചേരുക, എല്ലാവരും അതിൽ ഉൾപ്പെടുന്നവരാണ്. സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയാണല്ലോ ക്രിസ്മസ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള അപലപനീയമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ദുഃഖകരമാണ്. ദയവായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും പിന്തിരിയണം. സമാധാനവും സ്വസ്ഥതയും ശാന്തതയുമൊക്കെ കൈവരുത്തുവാൻ വേണ്ട നടപടികൾ ഉത്തരവാദിത്തപ്പെട്ടവർ എടുക്കുകയും വേണം. ഈ ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനും കൂടി ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷം പ്രത്യേകം നിലനിൽക്കട്ടെ. ക്രിസ്മസിൻ്റെ നന്മകൾ എല്ലാവർക്കും ആശംസിക്കുന്നു. പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.